ഒടുവിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു. 11ാം ദിവസമാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അവസാന ദിവസവും വലിയ ചർച്ചകളാണ് ഉണ്ടായത്. ജനകീയ പിന്തുണയും ഒപ്പം ഘടകകക്ഷികളുടെ നിലപാടുമാണ് കെ.സിക്കും ആർ.സിക്കും നറുക്കു വീഴാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച നിലപാടും ഇതിന് കാരണമായിട്ടുണ്ട്. പ്രമോദ്, ഘടകകക്ഷികളുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്തവണ. 102 സീറ്റുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി വിട്ടുപോയാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണത്തിൽ നിലനിൽക്കാൻ പറ്റും. 22 സീറ്റ് മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മുസ്ലിം ലീഗ് പോയാൽ പോലും അവർക്ക് ഭരണം നിലനിർത്താൻ പറ്റും. എന്നിട്ടും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഈ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച നിലപാട് ഇതിൽ വളരെ നിർണായകമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. വി ഡി സതീശൻ നിയമസഭാ MLA-മാരുടെ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെന്ന് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും ഇത് ഒരു നിർണായക ദിവസമാണ് എന്ന് പറയേണ്ടി വരും. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം വി ഡി സതീശൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഗവർണറെ സന്ദർശിച്ച് അവകാശവാദം ഉന്നയിക്കും, മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിവരം. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ച് തിരുവനന്തപുരം വിട്ട് ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത്, നൗഫൽ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ് ഇന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുക, അതിൽ ഒരു വിജയിയെ പ്രഖ്യാപിക്കുക, ഒരു മുന്നണിയെ വിജയിയായി പ്രഖ്യാപിക്കുക, അതിൽ തീരുന്ന ഒരു പൗരധർമ്മം അത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്ക് കൂടി വ്യാപിക്കുന്ന, അതിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അപൂർവമായ പ്രതിഭാസമാണ് ഇവിടെ കണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞ മുന്നണിയിൽ നിന്ന് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർക്കത് വിട്ടുകൊടുക്കുകയും അതിൽ എത്ര സമയമെടുത്താലും, ഞാൻ പറയുന്നത് സമയത്തിൻ്റെതേ അല്ല, എത്ര സമയമെടുത്താലും അവർക്ക് അത് അവരുടെ മാത്രം തീരുമാനമായി അവരുടെ പാർട്ടിയിലെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റേത് പാർട്ടി ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. BJPയും മറ്റും ആണെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന്, ഒരു നിഗൂഢ കേന്ദ്രത്തിൽ നിന്ന്, നമുക്കറിയാം, വളരെ എന്താ പറയുക, ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ അത് താഴേക്ക് ആ നിയമനം വരുന്ന രീതിയിലാണ് ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ സമയത്തിനിടയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ആവശ്യപ്പെടുന്നു. ജനങ്ങൾ ഒരു നേതാവിന് പിന്തുണ. ഞങ്ങൾ ഈ മുന്നണിയെ തെരഞ്ഞെടുത്തത് മറ്റാരെയും മുഖ്യമന്ത്രിയാക്കാനല്ല, ഇദ്ദേഹത്തെ മാത്രം മുഖ്യമന്ത്രിയാക്കാനാണെന്ന് അവർ ഉറച്ചു പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് എന്തൊക്കെ പറഞ്ഞാലും അത് ഇളക്കി വിട്ടതാണെന്ന് ഏതൊക്കെ നേതാക്കൾ പറഞ്ഞാലും അതിനകത്ത് ജനകീയമായൊരു എലമെന്റ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഇനി പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന CPM അടക്കമുള്ള LDF കക്ഷികൾക്ക് സംഭവിച്ചത്. ഞാൻ ഒറ്റ കാര്യമാണ് പറയുന്നത്. ഞാൻ ഘടകകക്ഷികളുടെ പിന്തുണയിലേക്ക് വരാം. അതിനു മുമ്പ് ഒറ്റ കാര്യമാണ് ഇത്. ഇത്രയും നമ്മൾ ഇന്ന് നോക്കൂ, തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വി ഡി സതീശന് LDF പക്ഷത്തു നിന്ന് അവരുടെ പ്രചാരണ ഇടപെടുകയാണ്. ലോക് ഭവനിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. ലോക് ഭവനിൽ ഗവർണർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് അദ്ദേഹം ഗവർണർക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി വി ഡി സതീശനെ ക്ഷണിക്കുക. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ സമയവും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക. യെസ്, ഇതൊരു സർക്കാർ രൂപീകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ മാത്രമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. 5 വർഷം മാത്രമുള്ള. ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത്, നുണേശൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെയാണ് അങ്ങനെ പേര് വിളിച്ചുകൊണ്ട് അവർ ആക്ഷേപിച്ച് പൊതുജനമധ്യത്തിൽ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ മനുഷ്യന് വേണ്ടി കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ എന്തുമാത്രം പൊളിറ്റിക്കലായിട്ടാണ്. ഇന്ന് അവിടെ KPCC ആസ്ഥാനത്ത് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ഐസക് ആളുകളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ പറയുകയാണ്, കേരളത്തിന് ആവശ്യമുള്ള മുഖ്യമന്ത്രിയാണ്
കേരളം ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അങ്ങനെ പറയാൻ വളരെ 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 പെട്ടെന്ന് തന്നെ പറയാൻ ആരും പ്രോംപ്റ്റ് ചെയ്യാതെ അവർക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വികാരം മനസ്സിലാക്കാൻ, അത് മുൻകൂട്ടി തിരിച്ചറിയാനുമൊക്കെ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസ് എം എൽ എമാർക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്കതിലേക്ക് വരേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, അത് ആദ്യമേ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കി അവർ ഒരു നിലപാടെടുത്തു. മറ്റ് ഘടകകക്ഷികളും സമാനമായ നിലപാടെടുത്തു. അതിൽ വേറൊരു വഴിക്ക് ഇതിനെ തിരിച്ചുവിടാൻ നടത്തിയ, സംഘടനയ്ക്കുള്ളിൽ നടത്തിയ പലതരത്തിലുള്ള മാന്യൂവറിങ് എന്ന് നമ്മൾ പറയാം, ആ ശ്രമം വിജയിച്ചില്ല എന്നതുകൂടിയാണ് ഇതിൻ്റെ സത്യം. അക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാടിനെ കേരളം പ്രശംസിച്ചേ മതിയാവും. അജിംസ് പ്രവചിച്ചതുപോലെ വി ഡി സതീശൻ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയായി വരികയാണ്. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പം ഇങ്ങനെ മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നതല്ല, ഈ ജനകീയത, വി ഡി സതീശൻ്റെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ജനകീയത ഹൈക്കമാൻഡ് നേരത്തെ തിരിച്ചറിയാൻ പറ്റാതിരുന്നതാണോ, അതല്ല അത് അറിഞ്ഞിട്ടും മറ്റുള്ളവരെ സെറ്റിൽ ചെയ്യാനുള്ള സമയമാണോ ഈ 11 ദിവസം എടുത്തത്? ഞാൻ വിചാരിക്കുന്നതാണ്, മറ്റുള്ളവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. കാരണം സെറ്റിൽ ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ആൾ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വഴിയാധാരമാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുക എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. അതിന് കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ ചലനങ്ങളും പൾസും അറിയുന്ന ഒരാൾ എന്നാണ്. ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അറിയുന്ന ഒരാൾ കൂടിയാണ് ആ സംഘടനാ ജനറൽ സെക്രട്ടറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വവുമായി കലഹിക്കുകയോ നിരാശനാവുകയോ മനം മടുത്ത് പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം അടുത്ത വർഷം പഞ്ചാബ് ഉൾപ്പെടെ, പഞ്ചാബിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് എന്ത് ചെയ്യില്ല, അത്തരം അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോവില്ല. അപ്പോൾ അദ്ദേഹത്തെ എവിടെ സെറ്റിൽ ചെയ്യും? നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇനി അദ്ദേഹത്തിന് ഏത് പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്ലീസ് ചെയ്യും? ആ പദവി ഒന്നുള്ളത് AICC അധ്യക്ഷൻ എന്നുള്ള പദവിയാണ്. അതാകട്ടെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് അതിൽ ഫോർമുല ഉണ്ടായതെന്നും നമുക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തെ മെരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ആ സമയമാണ് 10 ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ആ തീരുമാനം കഴിഞ്ഞിട്ട് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നല്ലോ. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് സംസാരിച്ചു. അതിനിടയിൽ ആരോ ഒരു കുനിഷ്ടി ചോദ്യം ചോദിച്ചു, എന്താണ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ അതോടെ വിട്ടുകൊടുക്കാം. അത് അദ്ദേഹത്തിൻ്റെ കൂൾ പോയതാണത്. അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പണിയാണ്. അതിനുള്ള സമയം തീർച്ചയായിട്ടും AICC എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വി.ഡി. സതീശൻ എന്നൊരു വ്യക്തിക്ക്, ഒരു MLA-ക്ക്, ഒരു രാഷ്ട്രീയ നേതാവിനുള്ള പോപ്പുലർ മാൻഡേറ്റ് ആയിട്ട് നമ്മൾ കാണരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ഐഡിയ ഉണ്ട്. ആ ഐഡിയയ്ക്കാണ് ജനം വോട്ട് ചെയ്തത് ഈ തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സതീശൻ ആണ് അത് നടപ്പാക്കേണ്ടത്. സതീശനാണ് അതിൻ്റെ പ്രയോക്താവും എല്ലാം അദ്ദേഹം തന്നെയാണ്, പ്രായോജകനും എല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത് വോട്ട് ചെയ്ത് UDF-ന് വിജയിച്ച് 102 സീറ്റ് കൊടുക്കുക എന്നുള്ളത് നിർത്തിയില്ല. സാറ് പറഞ്ഞതുപോലെ അവിടെ അത് നിർത്തിയില്ല. ജനം കുറെ കൂടി പ്രൊആക്റ്റീവായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഈ സൂചന ഇനി വരാൻ പോകുന്ന സതീശൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി, ഇത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാത്രം ഈ ജനം ഇടപെടൽ ഒതുക്കും എന്ന് പ്രതീക്ഷിക്കരുത്. ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഗവേണൻസിൽ, പോളിസി ഡിസിഷൻസിൽ എല്ലാം ഈ പറയുന്ന ഒരു ജനകീയ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഇതിനെ സമാനപ്പെടുത്തുന്നത് 2006 VS-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടപെടലിനെ കുറിച്ചാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2006 VS-ന് വേണ്ടി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് CPM-കാരാണ്. പാർട്ടി പതാക മത്സരിപ്പിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയത് പാർട്ടി പതാകേന്ത്യ CPM-കാരാണ്. ഇതല്ല. ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള കൺസേണും ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ മുതൽ, വീട്ടമ്മമാർ മുതൽ, സ്ത്രീകൾ, വീട്ടമ്മമാർ, നിങ്ങളൊന്ന് ആലോചിച്ച് സോഷ്യൽ പറയാൻ പറ്റുമോ? അതെ, അത് VS-ന് വേണ്ടി കൊടിയായിട്ടാണ് ഇറങ്ങിയത്, ചെങ്കൊടിയായിട്ടാണ് ഇറങ്ങിയത്. ഇത് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മമാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ എന്ന് തുടങ്ങി സമൂഹത്തിൽ ഇതുവരെ ഈ നമ്മളീ പറയുന്ന സോക്കോൾഡ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്ത ആളുകൾ മുഴുവൻ വി.ഡി. സതീശന് വേണ്ടിയാണ് നിരക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി.ഡി. സതീശൻ ഈ വോട്ടർമാരുമായി ഉണ്ടാക്കിയിട്ടൊരു കണക്ഷനാണ്. അതൊരു ഇമോഷണൽ കണക്ഷനാണ്. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷേ വി.ഡി. സതീശൻ്റെ തന്ത്രമായിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി ആത്മാർത്ഥമായിരുന്നുവെന്നും നിഷ്കളങ്കമായിരുന്നുവെന്നും സതുദ്ദേശപരമായിരുന്നുവെന്നും വോട്ടർമാർ തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ മാൻഡേറ്റ് കിട്ടിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ചലഞ്ച്, ആ ചലഞ്ച് വളരെ പ്രധാനമാണ്.
ആ ജനകീയ ഇടപെടലിനെ സതീശൻ എങ്ങനെ മറികടക്കുമെന്ന് കൗതുകത്തോടെ ഞാൻ നോക്കിയേക്കുക. പക്ഷെ അത് പല വ്യാഖ്യാനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല സാമുദായിക സംഘടനകളുടെ നിലപാട് കൊണ്ടാണ്, അവരാണ് ഹൈക്കമാൻഡ് എന്ന രീതിയിലൊക്കെയുള്ള വലിയ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സതീശനെ ബാധിക്കുക? അതെങ്ങനെയും ബാധിക്കുമോ? അല്ല, ഇത് ബാധിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം ആലോചിക്കേണ്ട ഒരാൾ സതീശനാണല്ലോ. അപ്പോൾ സതീശന് ഈ തെരഞ്ഞെടുപ്പിന് മാത്രം ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേൾപ്പിക്കപ്പെട്ട ഒരു സംഗതി ഈ വിദ്വേഷത്തിന്റെ പേരിൽ ഡിവൈഡ് ഉണ്ടാക്കി UDF-നെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. തോറ്റില്ലല്ലോ, 102 സീറ്റുമായിട്ട് വന്നു. അപ്പോൾ ജനം വകവയ്ക്കാത്ത ഒരു സിദ്ധാന്തമാണ്, ജനം വകവയ്ക്കാത്ത ഒരു ആക്ഷേപമാണ് ഇത്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു, പാലക്കാട് നമ്മൾ കണ്ടു. അവിടെയെല്ലാം ജനം അതിനെ തിരസ്കരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം അതിൻ്റെ പരകോടിയിൽ തിരസ്കരിക്കുകയും ചെയ്ത് കണ്ടതാണ്. അതുകൊണ്ട് സതീശനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ആശങ്ക വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ രണ്ട് പക്ഷക്കാരുണ്ട്. ഒന്ന് BJP നേതൃത്വം കൊടുക്കുന്ന ഹേറ്റ് ക്യാമ്പയിനാണ്. ഇപ്പുറത്ത് CPIM-ന് ചില ഹാൻഡിലുകൾ നമ്മൾ കാണുന്നു. സതീശൻ താടിയൊക്കെ വെച്ച് പശ്ചാത്തലത്തിലിരിക്കുന്ന സംഗതികൾ പ്രചരിപ്പിക്കുന്ന CPM ഹാൻഡിലുകൾ കാണുന്നുണ്ട്. BJP പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന ഇഷ്ടം പോലെ CPM ഹാൻഡിലുകളും കാണുന്നു. അത് കാണുന്നു. CPIM-ന്റെയും CPI-യുടെയും മുഖപത്രങ്ങളിൽ വരുന്ന ഹേറ്റ് സ്വഭാവത്തിലുള്ള വാർത്താരൂപങ്ങളെയും നമ്മൾ കാണുന്നു. ഇതിലൊരു കാര്യമുണ്ട്, BJP ആ പണിയെടുക്കുന്നത് ഈ സർക്കാർ ഒരു മുസ്ലിം പക്ഷ സർക്കാരാണെന്ന് വരുത്തി തീർത്ത് അവരുടെ 3 എന്ന നമ്പർ 30 ആക്കാനുള്ള പണിയാണ് അവരെടുക്കുന്നത്. CPIM ആ പണി ഇനിയെങ്കിലും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം CPIM ആ പണി എടുത്തു നോക്കിയിട്ട് പണ്ടാറടങ്ങിപ്പോയതാണെന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇതിനെ ഏതെങ്കിലും നിലയ്ക്ക് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് സതീശനും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ സങ്കീർണതകളെയും എല്ലാ തീച്ചുകളെയും മറികടന്ന് വന്നപ്പോഴും വിജയം അവർക്കായിരുന്നു എന്ന് കാണാം. അപ്പോൾ സതീശനെ, രണ്ടാമത്തെ കാര്യം, സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ ഇല്ലേ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ, ആകാംക്ഷ, ഉദ്വേഗം ഇതെല്ലാം കഴിഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അപ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും, കക്ഷി രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് അല്ലാത്തവരും. അവരങ്ങനെ പറയാനുള്ള കാരണം, സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വിചാരിക്കുന്നത് നിലവിൽ നിൽക്കുന്ന സംവിധാനത്തിനകത്ത് ഗുരുതരമായ കുഴപ്പങ്ങളുണ്ട്. ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടുള്ള കമ്മ്യൂണൽ ഹേട്രഡ് പോലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യയിലെ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെ അതിനൊരു മാറ്റം നിർദ്ദേശിക്കുന്നു സതീശൻ. പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുന്നു സതീശൻ. ആ ആശയം നടപ്പിലാക്കാൻ സതീശന് കഴിയുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാം. ആ ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ജനമാണ് 102 സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയെ വിജയിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. ഇനി സതീശൻ്റെ സമയമാണ്. സതീശൻ്റെ സമയമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ അസാധാരണമായി ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണിത്. ജയിപ്പിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആരാകണമെന്നും ജനം തീരുമാനിച്ചു. അത്രയും പ്രതീക്ഷ സതീശനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പോലീസിനെ നന്നാക്കുന്നത് മുതൽ ഭരണകൂടത്തിനകത്തുള്ള സകലമായ പുഴുക്കുത്തുകളെയും എടുത്ത് പുറത്തിടുന്നതടക്കം, പൂഴ്ത്തിവെക്കപ്പെട്ട അഴിമതി കേസുകളും മരമുറി കേസുകളും അടക്കം എടുത്ത് പരിശോധിക്കുന്നതടക്കം വലിയ ഉത്തരവാദിത്വം ആർക്കുണ്ട്? സതീശനുണ്ട്. അതിൽ പോലീസ് കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ, അത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഭരണകൂടം വേറെ, സർക്കാർ വേറെ എന്ന മറ്റുള്ള താത്വിക മറുപടികൾക്ക് ഇനിയൊരു പ്രസക്തിയുമില്ല. ജനം അസാധാരണമായി ഇടപെട്ട് കഴിഞ്ഞു നിങ്ങളെ ഭരണാധികാരത്തിലേറ്റാൻ. നിങ്ങളും അസാധാരണമായ ഇടപെടൽ കൊണ്ട് ജനത്തിന് മറുപടി കൊടുക്കുക, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ നിറവേറ്റുക. അല്ലാതെ ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്, ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്, പോലീസ് കൊളോണിയലാണ്, അഴിമതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കീർണമാണ് എന്നുള്ള മറുപടികൾ ആവശ്യമില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഫ്രീബീസ് വാഗ്ദത്തങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഫ്രീബീസ് വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതല്ല എൻ്റെ പോയിന്റ്. അതല്ല, അത് നിറവേറ്റാൻ കുറച്ച് വൈകിപ്പോയാലും വേണ്ടില്ല. KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് 2 ആഴ്ച വൈകിയോ ഇനിയിപ്പോൾ 2 വർഷം വൈകിയാലോ അല്ല. നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക കാലുഷ്യമാണ്. അതിൻ്റെ വേരിറക്കാൻ ഇറങ്ങി എന്ന് പുറപ്പെടുന്നു. അതിൽ മാത്രമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ ഘട്ടത്തിലുണ്ട്. അത് ചെയ്യാനാണ് ജനം ഈ 102 സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യണം, നിങ്ങൾക്കേ അത് പറ്റൂ, നിങ്ങളുടെ വളരെ അഡമൻ പൊസിഷൻ കൊണ്ടേ അതിന് പറ്റൂ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് സതീശനെ മാത്രമേ പറ്റൂ ജനം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള, വളരെ കാർക്കശ്യം നിറഞ്ഞ നടപടികളിലൂടെ അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ജനങ്ങൾ ഇറങ്ങി വന്നിട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അല്ലെങ്കിൽ കോൺഗ്രസിലെ ബലാബലത്തിൽ സതീശനെ പുറകെ പോയനെ. കാരണം MLA-മാരുടെ ഭൂരിപക്ഷവും കേന്ദ്രാധികാരത്തിൻ്റെ പവറും കൊണ്ട് KC മുഖ്യമന്ത്രിയായനെ. നിങ്ങളാകണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പുറത്തു പറയുന്ന നിലപാടുകൾ കേട്ടിട്ടാണ്. ആ നിലപാടുകളുടെ പ്രയോഗവൽക്കരണം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടപ്പിലാക്കലായിരിക്കും ഇന്നത്തെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ സതീശന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും വെല്ലുവിളിയും. അദ്ദേഹം നിറവേറ്റുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ജാഗ്രതയോടെ ഈ നിമിഷം മുതൽ ഉറ്റുനോക്കുകയാണ്. പ്രത്യയശാസ്ത്ര വ്യക്തതയുള്ള നേതാവാണ് VD സതീശൻ എന്നതാണ് ഹൈക്കമാൻഡിന്റെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പോസിറ്റീവ് നൽകിയിരിക്കുന്ന വിലയിരുത്തലുകളിൽ ഒന്ന്. ഫൈനൽ ആർഗ്യുമെന്റിൽ ഇനിയും വിഷയങ്ങളിലേക്ക് പോകാനുണ്ട്. ഏതായാലും 102 സീറ്റുകളുടെ ഭാരം VD സതീശന്റെ തലയിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഈ ജനകീയ പിന്തുണയുടെ ഭാരവും
അദ്ദേഹം പേറുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കൃത്യമായി ജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ